ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ആകെ കാണുന്നത് യു കെയിലെ കുറേ നെഗറ്റീവ് വീഡിയോ ആണ്. ഒരു കുട്ടി യു കെനെ പറ്റിയിട്ട് 1-2 സ്ഥലങ്ങളിൽ കൊടുക്കുന്ന ഇൻ്റർവ്യൂ കഴിഞ്ഞ കുറച്ചായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് നമ്പറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഇതാണ്. പക്ഷെ അത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവൂല. നമ്മള് കുറെ പേരോട് ചോദിച്ചതാണ് പോണേക്കും, അവരെല്ലാരും പറഞ്ഞു അടിപൊളിയാണ് യു കെ അടിപൊളിയാണ്. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പഠിച്ചു കഴിഞ്ഞ് പാർട്ട് ടൈം എടുത്ത് പാർട്ട് ടൈമിനുള്ളിൽ കൂടി ലോൺ അടച്ച് കട്ടി പണി എടുക്കേണ്ടി വരും. അങ്ങനെ ലോൺ അടയ്ക്കണമെങ്കിൽ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് പാർട്ട് ടൈം കിട്ടിയത്. ഈ കുട്ടി ഷെയർ ചെയ്തത് പുള്ളിക്കാരിക്ക് യു കെയിൽ വെച്ച് ഉണ്ടായ അനുഭവമാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. ശരിയാണ്. ഞാനൊരു എക്സാമ്പിൾ ഞാനത് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു വർഷം ഒരു ഇൻടേക്കിന് കയറി പോകുന്നത് മോർ ദാൻ 1 lakh സ്റ്റുഡൻസ് ആണ്. 1 ലക്ഷത്തിൽ പുറത്ത് സ്റ്റുഡൻസ് ആണ് പഠനാവശ്യത്തിന് വേണ്ടിയിട്ട് യു കെയിൽ മാത്രം കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇൻടേക്കിന് വർഷത്തിൽ 3 ഇൻടേക്ക് ഉണ്ട്. അത്രയും സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് 2020 ശേഷം മുതൽ 2020 മുതൽ, അതായത് കൊറോണയ്ക്ക് ശേഷം മുതൽ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്രയധികം ഫ്ലോ ഉള്ള ഒരു കൺട്രിയാണ്. മറ്റൊന്നുമല്ല. യു കെനെ പറ്റിയിട്ട് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കി കുറച്ച് യൂറോപ്പിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക. 100% വിസ സക്സസ്സിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ടുള്ളൊരു കൺട്രിയിലേക്ക് കയറി പറ്റാൻ പറ്റുന്ന ഒരേ ഒരു കൺട്രിയാണ് യു കെ എന്ന് പറയുന്നത്. നാട്ടിൽ വലിയ ക്വാളിഫിക്കേഷൻസ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്തവർക്ക്, ലൈക്ക് +2-ന് അത്യാവശ്യം ഒരു 50% 60% ഇംഗ്ലീഷ് മാർക്കുള്ള ആർക്കും നിലവിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, റീസെൻ്റ്ലി ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. +2 കഴിഞ്ഞ് ഒരു 5 വർഷത്തെ ക്യാപ്പുള്ള അല്ലെങ്കിൽ 5 വർഷമായിട്ട് ഡിഗ്രി ചെയ്യാത്ത ആളുകൾക്ക് തന്നെ യു കെയിൽ പല യൂണിവേഴ്സിറ്റീസും ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. PG ചെയ്യാൻ ഓപ്പണിംഗ് കൊടുക്കണം. അതാണ് ഹൈലൈറ്റ്. അതുപോലെ തന്നെ +2-നോ ഡിഗ്രിക്കോ പാസ്സായ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നാട് വിട്ട് ഇന്ത്യ വിട്ട് പുറത്ത് പോയാൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മൂല്യത്തിന് നല്ല വാല്യൂ ഉള്ള കൺട്രിയാണ് യു കെ. അതുകൊണ്ടാണ് എല്ലാവരും നാട് വിട്ട് കയറി പോകുന്നത്. അത് മാത്രമല്ല, ഒരു വർഷത്തെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന PG പ്രോഗ്രാമിന് ശേഷം 100% 2 വർഷത്തെ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ PSW എന്ന് പറയും. നമ്മൾ ഏകദേശം ഒരു 2,800-3,000 പൗണ്ട് കൊടുത്തെടുക്കുന്നതാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. പഠിച്ചിറങ്ങുന്നവന് നാട്ടിൽ +2 ഡിഗ്രിയോ പഠിച്ചിറങ്ങിയവർക്ക് അറിയാം ഏകദേശം നമ്മൾ അത്രത്തോളം പേപ്പറുകളാണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത്. യു കെ പോലുള്ള ഒരു കൺട്രി അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്തു പോയാൽ ഒരുപാട് കൺട്രികൾ നേരെ വ്യത്യാസമുണ്ട്. നമുക്ക് വരുന്ന പേപ്പർ വർക്കും കാര്യങ്ങളും വരുമ്പോൾ വളരെ റിട്ടേൺ എക്സാംസ് വളരെ കുറവാണ്. കൂടുതൽ വരുന്നത് അസൈൻമെൻറ്റ്സ്, വൈവ, പ്രൊജക്റ്റ്, സെമിനാർ ഇവ കാര്യങ്ങളാണ് നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ബേസിൽ പോകുന്ന സ്റ്റുഡൻസ് പാസ്സാവാൻ ചാൻസസ് അത്രത്തോളം ഉണ്ട്. മിനിമം ക്ലാസ്സിൽ പോവുക, ബേസിക് ഒരു തലയ്ക്കൊരു മൂള ഉണ്ടാവുക, ഇത് മാത്രമാണ് ക്രൈറ്റീരിയ ഉള്ളൂ. സോ ഈ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് നാട് വിട്ട് കയറി പോയാൽ പാസ്സാവാം. അതിനുശേഷം 2 വർഷം, ഇതാണ് എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി. ഇതിന് ശേഷം ഒരു കാര്യം കൂടെ ഉണ്ട്. ഏകദേശം 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ലോൺ ഉണ്ട് പലർക്കും. ശരിയാണ്. യു കെയിൽ നിങ്ങളൊരു UG പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപ 11,000 പൗണ്ട് 10, 11,000, 12,000 പൗണ്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ഉള്ള യൂണിവേഴ്സിറ്റീസ് എടുക്കണം. നമ്പർ 1 ഇപ്പോൾ റസൽ ഗ്രൂപ്പിന് അണ്ടറുള്ള യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ മിനിമം ഒരു 25,000 30,000 പൗണ്ടൊക്കെ കോഴ്സിന് ഫീസസ് വരും. അതുപോലെ നിങ്ങളുടെ ക്രൈറ്റീരിയകളും വരും. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് കയറിയാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. പിന്നെ വേറൊരു കാര്യം പൊതുവായിട്ട് എല്ലാവരോടും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ 10 പൈസ ഇല്ലാതെ യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ നാട്ടിലോട്ട് പുറത്ത് പോയി രക്ഷപ്പെടാം എന്ന് പ്ലാനുള്ളവൻ കഷ്ടപ്പെട്ടില്ലെങ്കിൽ നന്നാവില്ല. നല്ല കഷ്ടപ്പാടുണ്ട് അതിന്. ഇപ്പോൾ യു കെ തന്നെ പോകണമെന്നില്ല. ഏത് കൺട്രിയിൽ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. യു കെനെ പറ്റിയിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, 2 വർഷത്തെ PSW ടൈമിന് സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. യു കെ ഗവൺമെൻറ് എന്തിനാണ് യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്? ജോലി ഇല്ലാത്തതുകൊണ്ടാണോ? ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സാബിത്ത് എന്ന് പറയും. ആൾ നാട്ടിലാണ്. 2022 ഞാൻ സിംഗപ്പൂർ പോകുന്ന ടൈമിൽ ആൾ യു കെയിലെ പ്രൊഫഷണൽ സ്കീമിന് അപ്ലൈ ചെയ്തു. ലോട്ടറിയാണ്, കിട്ടി. അവനത് കിട്ടി. എനിക്ക് പേഴ്സണലി അറിയാവുന്നവന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ റീസെൻ്റ് കുറേ പേർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്തവർക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പേഴ്സണലി അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അവനിപ്പോൾ നിലവിൽ യു കെയിൽ ചെന്ന് നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല പണിയുണ്ടെന്നാണ് പറഞ്ഞത്. അവൻ പറഞ്ഞത് നല്ല പണിയാണ്, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനീഷ്യൽ ടൈമിൽ. സോ ഈ പ്രൊഫഷണൽ സ്കീം 2022 കയറി പോയതാണ്. അന്ന് അത്രയും പ്രശ്നമില്ലായിരുന്നു. ജോബ് കിട്ടാൻ അത്രയും പ്രശ്നം ഇല്ലായിരുന്നിട്ട് പോലും അവൻ പറഞ്ഞു നല്ല കഷ്ടപ്പാടുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ശരിയാണ്. അതിനുശേഷം പെർമിറ്റിലിട്ട് ആയ ശേഷമാണ് അവൻ സ്റ്റേബിൾ ആയത്. ഓക്കെ, ഇപ്പോൾ അവൻ്റെ കാര്യങ്ങൾ അവൻ ഓക്കെയാണ്. അതുപോലെ തന്നെ നിലവിൽ യു കെയിൽ ഒരു മിനിമം ഒരു 1 ഇയർ കോഴ്സിൻ്റെ ടൈമിൽ പാർട്ട് ടൈം കണ്ടുപിടിക്കാനും പാർട്ട് ടൈം കണ്ടെത്താനും പാർട്ട് ടൈമിന് പോകാനും പോയി പണിയെടുക്കാനും അവർ പറഞ്ഞ വീക്കിലി 20 അവർ ലീഗലി ചെയ്യുന്നതിന് പുറമേയുള്ള ടൈം റിസ്ക് എടുത്തിട്ട് പണിയെടുത്തവന് 1 വർഷത്തിന് ശേഷം അവൻ്റെ ലോൺ അടഞ്ഞ് തീർന്നിരിക്കും. ബാക്കി 2 വർഷത്തെ ടൈമുണ്ട്.
ഈ ഒരു ടൈമിൽ എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ പറയാം, ഏകദേശം ഒരു വർഷം കൊണ്ട് 10 ലക്ഷം രൂപ ലോൺ അടച്ച് തീർക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കാം. നമ്മുടെ നാട്ടിൽ 20,000 രൂപ ബേസിക് സാലറി കിട്ടുന്ന ഒരാൾക്ക് ഒരു വർഷം കൊണ്ട് കംപ്ലീറ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ 5 ഇരട്ടി വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറി പോകുന്നതിന് അത്രത്തോളം പൈസ മുടക്കണം തന്നെയാണ് അർത്ഥം. അതിനുശേഷം ഒരു നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈലുണ്ട്, അത് നിങ്ങൾക്ക് സെറ്റിൽ ആവേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പുറമേ ഒരു കൺട്രികൾ കൊടുക്കുന്നുണ്ട്. ഇത് UK പറ്റിയിട്ട് മാത്രമുള്ളതാണ്. ഇനി യൂറോപ്പിനെ പറ്റിയിട്ട് പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടു. നമ്മുടെ കാനഡയിൽ നിൽക്കുന്ന ഒരാൾക്ക് കാനഡയിൽ വേറെ ദിവസം ജോബ് കിട്ടുന്നു, അതിനകത്ത് നിന്ന് ഒരു മാസം സാലറി കിട്ടുന്നു. സാലറി കിട്ടിയ ശേഷം അവിടുത്തെ കറണ്ട് ബില്ല് ഇത്ര, വെള്ളക്കാശ് ഇത്ര, ട്രാൻസ്പോർട്ടേഷൻ ഇത്ര, ബസ് കൂലി ഇത്ര, പെട്രോളിങ്ങിന് ഇത്ര, വണ്ടിക്ക് ഇത്ര, ടാക്സ് ഇത്ര, ഇൻഷുറൻസ് ഇത്ര, ഇതൊക്കെ പറഞ്ഞിട്ട് ബാക്കി സേവ് ചെയ്യാൻ നാട്ടിലോട്ട് ഒരു $200, നാട്ടിൽ 10,000 നാട്ടിലേക്ക് അയക്കുന്നു. ഇതിനൊക്കെ ഒരു സേവിങ്സ് പറയുന്നത് 15 യൂറോ ഡോളറാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ള സേവിങ്സ് ആണ് ഈ $15 എന്ന് അവർ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ പറയാം, ഇന്ന് നമ്മുടെ നാട്ടിലെ ബേസിക് സാലറി എന്ന് പറയുന്നത് വെറും 12,000 രൂപയാണ്. 9,000 രൂപ മുതൽ ആളുകൾ പണിക്ക് പോകുന്നുണ്ട്. വെറും 9,000 രൂപ, അതായത് 30 ദിവസം 300 രൂപയ്ക്ക് പണിയാൻ പോകുന്നതിന് ഒരു മാസം കിട്ടുന്ന 9,000 രൂപയാണ്. ഒരു ശരാശരി നമ്മുടെ നാട്ടിൽ ഏറ്റവും പോട്ടെ, നിങ്ങളുടെ അയൽവക്കം ഒന്ന് നോക്കൂ. 10 വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾ ഒരു വാടകക്കാരനാണെന്നുണ്ടെങ്കിൽ അവന് ഒരു മാസത്തെ റെൻറ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു 3,000 മുതൽ 5,000 രൂപ റെൻറ്റ് വരും. അതാണ് നമ്മൾ നാട് വിട്ട് പുറത്തു പോകുന്നതിനുള്ളൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കഷ്ടപ്പാടുണ്ട്, ശരിയാണ്, 100% കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടില്ലാണ്ട് ഒരു കാര്യം നടക്കില്ലാന്ന്. 2022 ഡിസംബർ 4 ഞാൻ ഇവിടെ നിന്ന് സിംഗപ്പൂർ പോകുന്നത്. ആ ഒരു മാസത്തിൽ എനിക്ക് പാർട്ട് ടൈമേ കിട്ടിയിട്ടില്ല. സത്യം, പാർട്ട് ടൈം എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. കാരണം സിംഗപ്പൂരിനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്നെ കൊണ്ട് ഏജൻസീനെ എനിക്ക് പറയണം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അവിടെ ചെന്നിറങ്ങിയിട്ട് പാർട്ട് ടൈം റെഡിയാക്കി തരാം, ആന കുതിര അമ്പാനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കയറുന്നത്. എനിക്ക് വലിയ നോളജ് ഇല്ല, അറിവില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഇത്ര ബേസിക്കായിട്ട് സംസാരിക്കാൻ എനിക്കറിയാം, അത്ര ലാംഗ്വേജ് ഒന്നും എനിക്കില്ല. ഈ ഒരു ബേസ് വെച്ച് സിംഗപ്പൂരിൽ ചെന്നാൽ എനിക്ക് ആദ്യത്തെ ഒരു മാസം സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 2022 ഡിസംബർ 31 രാവിലെ മുടങ്ങി 2023 ജനുവരി 1 വരെ, അതായത് ഏകദേശം 24 മണിക്കൂർ നിന്ന് പാത്രം കഴുകി സർവൈവ് ചെയ്ത ആളാണ് ഞാൻ. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കഷ്ടപ്പാടല്ല പറയുന്നത്, ഒരുപാട് സ്റ്റുഡൻസ് ഇൻക്ലൂഡിങ് പെൺകുട്ടികളടക്കം സിംഗപ്പൂരിൽ അത്രയും കഷ്ടപ്പെടുന്നത്. കാരണം ഇല്ലീഗൽ പാർട്ട് ടൈമാണ്. ഞാനവിടെ ഉണ്ടായിരുന്ന ടൈമിൽ, ഞാൻ സിംഗപ്പൂരിൽ ഉണ്ടാകുന്ന ടൈമിൽ, ആ സിംഗപ്പൂരിലായിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, ചെന്നിറങ്ങിയ പാടില്ല, ചെന്നിറങ്ങി ഞാൻ മനസ്സിലാക്കി. ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സിംഗപ്പൂർ അഡ്മിഷൻ സ്റ്റഡി വിസ ആദ്യമേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്റ്റുഡൻസിനെ ചെയ്തു, എല്ലാവർക്കും നന്നായിട്ടൊന്നും എന്ന് പറയില്ല. പക്ഷേ അതേസമയത്ത് ഫസ്റ്റ് സ്റ്റേജ് സ്റ്റുഡൻ്റ് ഉണ്ട് ബേസിൽ എന്ന് പറയുന്നത്. ഇന്ന് അവൻ സിംഗപ്പൂർ കോഴ്സും ഇന്റേൺഷിപ്പും ചെയ്ത ശേഷം അവൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യം കൊണ്ട് അവന് അവിടെ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി. ഏകദേശം ഒരു 1,300 $1,400 സാലറി ഉണ്ട്. നല്ല 1 ലക്ഷം ശമ്പളമുണ്ട്. ഹോട്ടൽ റെസ്റ്റോറൻറ്റിലാണ് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പണി കാര്യങ്ങളൊക്കെയാണ്. പണി ഉണ്ടില്ല എന്ന് പറയുള്ളൂ, 5-6 ദിവസം പണിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സാലറി ഉണ്ട്, അവൻ ഓക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ വന്ന് സിംഗപ്പൂരിൽ ഞാൻ കൊണ്ടുവന്ന സ്റ്റുഡൻ്റായിട്ട് വന്ന് അവൻ അവിടെ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം നാട്ടിലൊന്നും കൊല്ലം കഴിഞ്ഞ ആളുണ്ട്. അതിന് പുറമെ സിംഗപ്പൂർ വന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒന്നും ആവാതെ തിരിച്ചു പോയ ആളുകളുണ്ട്. സോ എല്ലാ കാറ്റഗറീസും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK അങ്ങനെയാണെങ്കിൽ സിംഗപ്പൂർ അങ്ങനെയാണ്. പിന്നെ യൂറോപ്പിൽ പോകുന്ന കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കോമഡി. ഒരു ഉറപ്പ് പോലും ഇല്ല, അത് കിട്ടിയാൽ കൂട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു +2-ലോ അല്ലെങ്കിൽ ഡിഗ്രിയിലോ ഈ ഒരു ഏജും അതുപോലെ മാർക്കും എല്ലാം വച്ചിട്ടൊരു 6 മാസം മുതൽ 9 മാസം വരെയുള്ള പ്രോസസ്സിങ്ങിൽ ഈ യൂറോപ്യൻ കൺട്രികളിലായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് വിസയ്ക്ക് ഗ്യാരണ്ടിയാണുള്ളത്? വിസയ്ക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. കിട്ടിയാൽ ഊട്ടി, അതാണ് യൂറോപ്പ്. ഇത് മനസ്സിലാക്കണ്ട. ഇത് ആരും മനസ്സിലാക്കാണ്ടാണ് ചാടി കയറിയിട്ട് യൂറോപ്പ് എന്ന് പറഞ്ഞത്. എൻ്റെ വേറൊരു ഫാക്ടറി ഞാൻ പറഞ്ഞുതരാം. ലിത്വാനിയയിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്. ആൾ മലയാളം, എന്നെ കോൺടാക്ട് ഉണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ നമ്പർ എൻ്റെ ഉണ്ട്. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ ആൾ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ലിത്വാനിയക്ക് പോയത്. പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രികളിൽ നിങ്ങൾ നേഴ്സിംഗ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ഫീൽഡ് പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഏത് കാറ്റഗറിയിലും നിങ്ങൾക്ക് പഠിച്ച പൊസിഷനിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് മസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഈ മലയാളം ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് ജോബ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യും പോലെ തന്നെ വല്ല പാർട്ട് ടൈമും അല്ലെങ്കിൽ വേറെ ജോബ് അങ്ങനെ എന്തെങ്കിലും ജോബ് ചെയ്ത് പോകേണ്ടി വരും. പഠിച്ച പ്രൊഫഷനിൽ നിങ്ങൾക്ക് ജോബ് കിട്ടില്ല, ചെയ്യാൻ പറ്റത്തില്ല, ലാംഗ്വേജ് ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടുന്നവരുണ്ടല്ലോ എന്ന് പറയുന്നത്, കിട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേര് പഠിക്കാൻ പോയി, ഇപ്പോഴെന്നല്ല നേരത്തെ പഠിക്കാൻ പോയി കിട്ടുന്നവരുണ്ട്. അതിൻ്റെ ഇരട്ടിയോളം എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ 10 പേർക്ക് ജോലി കിട്ടി സെറ്റാണെന്നുണ്ടെങ്കിൽ 100 പേര് യൂറോപ്പിൽ വച്ച് ഒന്നുമില്ലാതെയും വിസ രജിസ്ട്രേഷൻ ആയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയട്ടെ, നാട്ടിൽ വെറുതെ പേരൻറ്റിൻ്റെ ചിലവിൽ നിന്ന്
ഒരു കുഴപ്പമില്ലാതെ നല്ല സുഖം അടിച്ച് പൊളിച്ച് രാവിലെ ഒരു രാത്രി വരെയും അവനവൻ്റെ ഇഷ്ടത്തിന് പഠിക്കാനോ കറങ്ങാനോ പോയി ഒരു പണിയെടുക്കാൻ മേലിറങ്ങുക പോലും ചെയ്യാതെ പുറത്തെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച കാണുന്ന എല്ലാവർക്കും ഇതേ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് അവരുടെ മാത്രം കുഴപ്പമല്ല, അവർ വളർന്ന സാഹചര്യത്തിൽ കുഴപ്പം. നമ്മുടെ കേരളത്തിൽ, എസ്പെഷ്യലി കേരളത്തിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ, എൻ്റെ പ്രായത്തിൽ ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞ ആ ഒരു ടൈം മുതൽ 2025, 24, 23, 24 ഞാൻ സിംഗപ്പൂർ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളിൽ കുറേയൊക്കെ ഞാൻ തന്നെ നോക്കിയത്. നമ്മുടെ നാട്ടിൽ പാർട്ട് ടൈം സ്വന്തമായിട്ട് പോയി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും, ഇൻക്ലൂഡ് പെൺകുട്ടികൾക്ക് പോയി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഓപ്പണിംഗ് ഇല്ല. ആൺകുട്ടികൾ കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ പോയിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. കുറേ പേര് പോകുന്നുണ്ട്. ഇന്നിപ്പോൾ കുറേ കുട്ടികൾ പോവാതെയും ജീവിക്കാനുള്ള പണികൾ കണ്ടെത്തുന്നു. അതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങളാണ് ഇന്നിപ്പോൾ 2K കിഡ്സ് കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെ കുറ്റം പറയുന്നൊന്നുമില്ല. അപ്പോൾ പൊതുവേ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് വിട്ട് നിങ്ങൾ ഈ 4 നേരത്തെ ഭക്ഷണം കൃത്യമായിട്ട് വേറെ ആൾ വിളമ്പി തരുന്നു, അത് കൃത്യമായി കഴിക്കുന്നു, അത് കൃത്യമായി കഴിച്ച് അവനവൻ്റെ ഇഷ്ടത്തിന് നാട്ടിൽ തോന്നിവാസം എന്നും കാണിച്ച് നിൽക്കുന്ന ഒരാൾ നാട് വിട്ടു പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാടാണ്. 1 വർഷം, ഏറ്റവും കുറഞ്ഞ ഞാൻ പറയുന്നത് 1 വർഷം പട്ടിണി കിടന്നിട്ടാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 100% നിങ്ങൾ ബുക്ക് എടുത്താൽ ഞാൻ പറയുന്ന കാര്യം നോട്ട് ചെയ്ത് വച്ചു. 1 വർഷം നിങ്ങൾ 12 മാസം പണി എടുത്തിട്ട് നിങ്ങൾ ജീവിതത്തിൽ ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ആ നാട്ടിൽ നിൽക്കേണ്ട, തിരിച്ച് നാട്ടിലോട്ട് വരെ. നിങ്ങൾക്ക് അവിടെയല്ല വിധിച്ചേക്കണം, ഇവിടെ ആയിരിക്കും. കാരണം ഞാൻ അത് മനസ്സിലാക്കിയാണ്. ഞാൻ വേറെ ആര് എക്സാമ്പിൾ പറയാനുള്ള, എൻ്റെ ടാലൻ്റ് എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ള കാര്യം പഠിക്കാൻ വിട്ട സമയത്ത് 1ാം ക്ലാസ്സും LKG മുതൽ 4ാം ക്ലാസ്സും 4ാം ക്ലാസ്സിൽ ഒരു 7ാം ക്ലാസ്സൊക്കെ ഒരു നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളെ ഞാൻ. എല്ലാവരും പറയും പഠിച്ച് രക്ഷപ്പെടുന്നു. 7ാം ക്ലാസ് ഒരു 10ാം ക്ലാസ്സിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം ഒരു ബാക്ക് പേപ്പർ സപ്ലൈ എന്ന് പറയുന്നത് കിട്ടുന്നത് എൻ്റെ ഡിപ്ലോമ പോളിടെക്നിക്ക് ഞാൻ പഠിക്കാൻ പോയ ടൈമിൽ ഫസ്റ്റ് ഇയർ മാത്സിനാണ്. ജീവിതത്തിൽ കഴിഞ്ഞൊരു 12 വർഷം പഠിച്ചിറങ്ങിയിട്ട് ഡിപ്ലോമ പോളിടെക്നിക്കിന് ഞാൻ പോയിട്ട് ജീവിതത്തിൽ കാണിച്ചിട്ട് മണ്ടത്തരം അത് തന്നെയായിരുന്നു. ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയത്. കാരണം +2 ബേസുള്ള ആരും ദയവ് ചെയ്ത് BTech പ്ലാൻ ചെയ്യാതെ പോളിടെക്നിക്കിന് പോയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ, എല്ലാവർക്കും വേണമെന്നില്ല. നിങ്ങൾ +2 ബേസ് നിൽക്കുമ്പോൾ പോളിടെക്നിക്ക് വെറുതെ പോയി പഠിച്ച് ടൈം കളയരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ ഡിപ്ലോമ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന രീതിയിലെങ്കിലും നിങ്ങൾക്ക് നാട്ടിലോട്ട് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ജർമ്മനിയിൽ പോയിട്ട് ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡിഗ്രി നിർബന്ധമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പഠിക്കാൻ വിടുമ്പോൾ ബേസിക് ഒന്ന് ക്വാളിഫിക്കേഷൻ പഠിച്ച് പാസ്സാവുക. പഠനമോ പേപ്പറോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ തിരിച്ചു വരാം, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ അത്രയും അങ്ങനെയൊക്കെ പഠിക്കുന്ന നാട്ടുകാരൊക്കെ പറഞ്ഞത് ഇതിൻ്റെ മേളിലൊക്കെ ഇരിക്കുന്നത് കുറച്ച് ട്രോഫീസൊക്കെ എൻ്റെയാണ്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് ട്രോഫി കാര്യങ്ങളൊക്കെ എൻ്റെയാണ്. ബാക്കിയുള്ളതെല്ലാം അനിയൻ്റെയാണ് കേട്ടോ, എൻ്റെ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നിന്ന് ഞാൻ കാണിച്ചൊരു മണ്ടത്തരമാണ് ഞാനത് പറഞ്ഞത്. അതിനുശേഷം നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ എപ്പോഴും ഒരു എംപ്ലോയി കാറ്റഗറിയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നാട് വിട്ട് പുറത്ത് പോകണം എന്നുള്ള ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോയി. അവിടെ ചെന്ന് 1 വർഷം നന്നായിട്ട് ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഒരു പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് എന്താണ് എൻ്റെ കഴിവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ ബേസിൽ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. ആ ഒരു ഏകദേശം 2022 ഡിസംബർ ഒരു 14-15 നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ടാക്കുന്ന. ഒരു 400 ഫോളോവർ കൊണ്ടാണ് കഴിഞ്ഞൊരു 1.5 കൊല്ലം ഞാൻ നടന്നത്. റീസെൻ്റ്ലി ഒരു വർഷത്തിന് താഴെ ആവുന്നു അക്കൗണ്ട് റീച്ചായിട്ട്. അത്യാവശ്യം എൻക്വയറീസ് വന്നു തുടങ്ങി, സ്റ്റഡീസ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, വർക്ക് പെർമിറ്റ് ചെയ്തു തുടങ്ങി. ഈ വർക്ക് പെർമിറ്റിൻ്റെ കേസിൽ മെയിൻ ഇഷ്യൂസായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ ലീഗലി പേപ്പറും ചെയ്യുന്നതിന് ഏകദേശം നമ്മുടെ ഗവൺമെൻറ്റിൽ 50 ലക്ഷം രൂപ കെട്ടിവെക്കണം. അത് കെട്ടിവെക്കാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന് ഇപ്പോഴും മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിക്കുന്ന എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത ഏജൻസികൾ, അവരിൽ നിന്ന് അവർക്ക് ഈ പറയുന്ന രീതിയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരിക്കലും പുറത്ത് പോകേണ്ട കാര്യമില്ല. അവർക്ക് ഓൾറെഡി നാട്ടിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ടീമിനെ നാട്ടിൽ നിൽക്കുന്നതും പുറത്ത് നിൽക്കുന്നതുമായുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ അണ്ടറിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു സീക്രട്ടായിട്ട് വെച്ച കാര്യമാണ്, എന്നാലും ഇനി അത് പറഞ്ഞില്ല എന്നുള്ളത് ഈ വീഡിയോയിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടെത്തി നിന്ന് ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് വലിയൊരു പ്രോഫിറ്റോ ഒരു ബിസിനസ്സായിട്ടോ നമ്മൾ ഒരിക്കലും ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡീസിനെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, എനിക്ക് ഇന്ന് ഈ ഒരു ടൈം 2025 ഈ ഒരു മാർച്ച് ഈ ഒരു മാസത്തിൽ ഏകദേശം ഒരു 4-5 കൺട്രികളിൽ നമുക്കൊരാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റായിട്ട് വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇനി വരുന്ന ഒരു 3 വർഷത്തിനകം ലോകത്തിൽ തന്നെ ഏകദേശം 196 കൺട്രികളുണ്ട്. അതിനകത്ത് ഒരു 50 രാജ്യത്തെങ്കിലും എനിക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ എനിക്കൊരാവശ്യം വന്നാൽ
എനിക്കൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സോ നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കുള്ള ഏണിങ്സ് നിങ്ങളെ തേടിയിട്ട് വരും. സിസ്റ്റമാണ് എല്ലാം. അപ്പോൾ ടെമ്പററി ആയിട്ട് കിട്ടുന്ന കുറച്ച് അഡ്മിഷൻസിൻ്റെ കുറച്ച് വർക്ക് വിസയുടെ പൈസകൾ നോക്കാതെ അതിൻ്റെ ഫ്യൂച്ചർ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ ലൈവായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊന്ന് മനസ്സിലാക്കുന്നതും. എൻ്റെ ഒപ്പം കുറച്ച് പേര് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ബേസും ഇല്ലാത്ത ആൾക്കാരാണ്. സോ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ, മൈന്യൂട്ട് ആൾക്കാർ മാത്രം. കാരണം ആളുകളുടെ വിചാരം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫെയിമാണ് സ്റ്റഡീസ് വർക്ക് വിസ എന്ന് കാണുന്നവർക്ക് ഒരിക്കലും ഇന്നത്തെ കാലത്ത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ടെമ്പററി ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാം, അതിൻ്റെ 4 ഇരട്ടി നെഗറ്റീവിലേക്ക് നിങ്ങൾ പോവും. ജീവിതത്തിൽ രക്ഷപ്പെടില്ല. ഒരാൾക്ക് കിട്ട പൈസയാണ്, നന്നാവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നാട്ടിൽ നിൽക്കുന്നവൻ അത്ര സുഖത്തിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ 100% നാട്ടിൽ തന്നെ നിൽക്കുക. നാടാണ് അടിപൊളി. അതല്ലെങ്കിൽ കഷ്ടപ്പെടണം എന്നുള്ള മനസ്സുള്ള ഒരാൾക്ക് ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ പണി എടുത്തു കഴിഞ്ഞാൽ, മേലാണെങ്കിൽ എല്ല് മുറുകെ പണി എടുത്തു കഴിഞ്ഞാൽ, ഇനി പണി അന്വേഷിക്കാനുള്ള സമയം കണ്ടെത്തി മിനിമം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ UK നിൽക്കുന്ന സ്റ്റുഡൻസ് പറയുന്നുണ്ട് പാർട്ട് ടൈം അവൈലബിലിറ്റി വളരെ കുറവാണ്. ശരിയാണ്, കാരണം അത്രയും സ്റ്റുഡൻസുകളുടെ അവൈലബിലിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർട്ട് ടൈം കിട്ടാതെ ആരും 1 വർഷം നിൽക്കുന്നില്ല. 1, 2, 3 മാസത്തിനകം എവിടെയെങ്കിലും കയറി പറ്റും. ആദ്യത്തെ 1 മാസം നിങ്ങളെ കയറ്റിവിട്ട ഏജൻറ്റിനെയും ഒന്നും സപ്പോർട്ടിന് വയ്ക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ സപ്പോർട്ട് കൊടുക്കരുത്. കാരണം ഒരു ബാക്കിൽ നിന്നുള്ളൊരു പുഷാണ് എല്ലാവരുടെയും പ്രശ്നം. ഒറ്റയ്ക്ക് നിൽക്കണം. ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റില്ല. ആർക്കും എന്ത് സംഭവിച്ചാലും ശരി നിങ്ങൾ പിടിച്ച് നിൽക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം വർക്ക് വിസ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഒരിക്കലും നടക്കില്ല, ഞങ്ങളിവിടെ ജർമ്മനിയിലുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വിസ കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് വിസ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെയാണോ തനിക്ക് വിസ കിട്ടുന്നത്, താൻ എങ്ങനെയാണോ ഇത്ര ആൾക്കാരെ പറ്റി ജീവിക്കുന്നത്, ഒരുപാട് മെസ്സേജ്. അതിനൊക്കെയുള്ള റിപ്ലൈ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് കൊടുക്കാനുണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നാട്ടിൽ ഒരു ജോബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ തുടരുക. അതല്ല ഒരു ടൈമിൽ പുറത്ത് പോകണം, സെറ്റിലാവണം, കഷ്ടപ്പെടണം എന്ന പ്ലാനാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എത്ര നാൾ ഈ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. കാരണം ലോകം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻസ് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പോയി ഉണ്ടാക്കുന്നുണ്ട്, ചീത്തപ്പേര് നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യൻസിനെ അങ്ങ് പല കൺട്രികളും ബാൻ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും അവിടെ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കും. പോകുന്നോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഇത് ഇത്രയും വലിയൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കേ.